നമുക്കൊപ്പം റഹീസ് റഷീദ് കൂടി ചേരുന്നുണ്ട്. റഹീസ് റഷീദ് ചില സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ ആരെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ നിന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി സാധ്യതകൾ എന്താണ് എന്ന റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയേക്കാം എന്നാണ് ഞങ്ങളുടെ റഹീസ് റഷീദ് പറയുന്നത്. CPM കേന്ദ്ര കമ്മിറ്റിയിൽ എത്താൻ സാധ്യതയുള്ള മറ്റംഗങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് 3 പേരെ പരിഗണിക്കുന്നതായിട്ടാണ് വിവരം. അതിലൊന്ന് VN വാസവനാണ്, മറ്റൊന്ന് PA മുഹമ്മദ് റിയാസാണ്, മറ്റൊന്ന് MB രാജേഷാണ്. സെക്രട്ടേറിയറ്റിലെത്താത്ത MB രാജേഷിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം വനിതകളിൽ നിന്ന് TN സീമയോ J മേഴ്സിക്കുട്ടിയമ്മയോ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കുമെന്നാണ് സൂചന. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. നമ്മൾ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തതൊക്കെ കണിശമായിരുന്നു, കൃത്യമായിരുന്നു. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുള്ളവരുടെ പട്ടികയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞവരുടെ കാര്യത്തിൽ ഏകദേശം ഉറപ്പാണോ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഏതാണ്ട് ഈ പറഞ്ഞ പേരുകളിൽ നിന്നുള്ളവർ തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി വരിക എന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ഒഴിവുകളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ളത്. ഒന്ന് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒഴിവുണ്ട്, മറ്റൊന്ന് പ്രായപരിധി മൂലം ഒഴിയുന്ന AK ബാലൻ്റെയും PK ശ്രീമതിയുടെയും ഒഴിവുണ്ട്. ഈ 3 ഒഴിവുകളിലേക്ക് LDF കൺവീനർ TP രാമകൃഷ്ണൻ വരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. സാധാരണഗതിയിൽ LDF കൺവീനർ സ്ഥാനത്തേക്ക് എടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ആയിരിക്കും. അതല്ലെങ്കിൽ അവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ് മുൻകാല ചരിത്രം. അത് വെച്ച് നോക്കുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലാത്ത സീനിയർ നേതാവെന്ന നിലയിലും TP രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. PK ശ്രീമതി ഒഴിയുമ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു വനിത വരും എന്ന കാര്യം ഉറപ്പാണ്. 2 പേരാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള TN സീമയും കൊല്ലത്ത് നിന്നുള്ള J മേഴ്സിക്കുട്ടിയമ്മയുമാണ്. നമുക്കറിയാം P സതീദേവിയും CS സുജാതയുമൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നതിന് മുമ്പ് പ്രവർത്തന പരിചയം വെച്ചിട്ടാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ വരേണ്ട ഒരാളായിരുന്നു J മേഴ്സിക്കുട്ടിയമ്മ. പക്ഷേ പാർട്ടിയിലെ വിഭാഗീയതയിൽ VS-നൊപ്പം നിന്നതിൻ്റെ പേരിൽ ആ സ്ഥാനത്തേക്ക് എത്തപ്പെടാൻ കഴിയാതിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഇത്തവണ പരിഗണിക്കുമ്പോൾ ഈ 2 പേരുകൾ പരിഗണിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ ഗുഡ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഗുഡ് ലിസ്റ്റിലുള്ള TN സീമ വരാനുള്ള ഒരു സാധ്യത കാണുന്നു. കാരണം കുറച്ച് കാലമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രാതിനിധ്യമുണ്ട്. ഇത്തവണ ആനാവൂർ നാഗപ്പൻ ഒഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിഗണന തിരുവനന്തപുരത്തിന് കിട്ടിയുമില്ല. അപ്പോൾ TN സീമ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നതോടുകൂടി സ്വാഭാവികമായി അനൗദ്യോഗികമായി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനും കഴിയും എന്നൊരു കാര്യം കൂടിയുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് 3 പേരുകൾ സജീവമായി പരിഗണിക്കുന്നു. അതൊന്ന് PA മുഹമ്മദ് റിയാസാണ്. യുവത്വത്തിൻ്റെ പേരിലും ഒപ്പം DYFIയുടെ ദേശീയ പ്രസിഡന്റ് എന്ന സ്ഥാനത്തെല്ലാം അലങ്കരിച്ചതിൻ്റെ ഒരു എഡ്ജ് മറ്റ് സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളിൽ നിന്ന് PA മുഹമ്മദ് റിയാസിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. റിയാസ് വരാനുള്ള സാധ്യതയുണ്ട്. VN വാസവൻ മധ്യ കേരളത്തിൽ നിന്ന് ഒരാൾ, ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ എന്നൊരു പരിഗണന, ഒപ്പം പിണറായി വിജയൻ്റെയും ഔദ്യോഗിക വിഷയത്തിൻ്റെയും ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരു നേതാവെന്ന നിലയിൽ VN വാസവൻ വരാനുള്ള സാധ്യതകൾ കാണുന്നു. മറ്റൊരു പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന പാലക്കാട് നിന്നുള്ള MB രാജേഷിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. MB രാജേഷിൻ്റെ പേരും സജീവമായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നവരുടെ ലിസ്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായ രാജേഷ് എത്രത്തോളം വരും എന്ന കാര്യത്തിൽ പല നേതാക്കളും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്.